വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. അപ്പം നമ്മളിന്ന് ഒരു ഒരു ആനിനെ ഹോളോഗ്രാം പാനലായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇന്ന സാധനമാണ്. പാസ്വേഡ് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ താഴെ കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, ആൻറ്റിനെ പോലെ പൊങ്ങിക്കുന്നുണ്ടോ? തല നീണ്ട് മറ്റേ എന്തിന് ജിറാഫിനെ പോലെ. അപ്പം ഗൈസ് കിണ്ണ സാധനമാണ്. നമ്മളിപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ലൊരു സാധനമാണ് ഇത്. നമുക്ക് ഹോളോഗ്രാം ഈ ആനിനി ഇല്ലാത്തവർക്ക് ഹോളോഗ്രാമും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഈ ക്യാരക്ടർ ഇടണമെന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും വർക്കാവാത്ത ക്യാരക്ടറിന് ഹോളോഗ്രാം ഫയലും കൂടെ അപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇത് ഫുള്ളി ഹോളോഗ്രാമാണ്. ആനിനെ വിത്ത് ഹോളോഗ്രാമാണ്. ഉണ്ട് ഇവൾക്കൊന്നും വർക്ക് ചെയ്തില്ല ഗൈസ്. ഇവൻ്റെ തല മാത്രമേ ഉള്ളൂ. ഇവന് ഹോളോഗ്രാം ഉണ്ട്. സാൻഡിയൊക്കെ വർക്കാവും. പിന്നെ മിഷായ അങ്ങനെ എന്തിനാണ് പറയുന്നത്, ആക്കെ വർക്കാകത്തില്ല. പിന്നെ കെല്ലിയുടെ ഇപ്പം ഇറങ്ങി നേരത്തെ തന്നെ വർക്കാകത്തില്ല, ഇപ്പം ഇറങ്ങിയതിന് വർക്കാവും ഗൈസ്. പിന്നെ ആൻഡ്രൂവിനെ അത് തന്നെ, പണ്ടത്തേന് വർക്കാവും, ഇപ്പോഴത്തേന് വർക്കത്തില്ല. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്നാലേ പാസ്വേഡ് ഇടത്തുള്ളൂ ഗൈസ്. പാസ്വേഡ് ഞാൻ ഡയറക്റ്റായിട്ട് തരണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 20 ലൈക്ക് വേണം ഗൈസ്. 20 ലൈക്ക് തരുവാണെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് പാനൽ വേറെ ലെവൽ സാധനം, ഒന്നും പറയില്ല ഗൈസ്. വേറെ കിണ്ണ സാധനമാണ്. ഹെഡ് ഷോട്ടിൻ്റെ പാനലാണ്. ഞാൻ ഇപ്പോൾ ഇത് ബ്രസീലിയ സെർവറിലാണ് ഗൈസ് കളിക്കുന്നത്. ബ്രസീലിയ സെർവറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് ഷോട്ടിൽ അതിൻ്റെ ഇതൊന്നും അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ സെൻസിയെന്ന് പറഞ്ഞൂടാ. ബ്രസീലിയ സെർവർ കണ്ടോ, അതിൻ്റെ ലക്കി റോയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ചിലപ്പോൾ ബാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സേഫ് അക്കൗണ്ടിൽ കളിക്കുക ഗൈസ്. നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ടിലോ, അല്ലെങ്കിൽ സെക്കൻഡ് അക്കൗണ്ട് ഗൈസ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ കൂടുതലായിട്ട് സെക്കൻഡ് അക്കൗണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നു ഗൈസ്. കണ്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് സ്പിന്നൊക്കെ അടിക്കാൻ പറ്റും ഗൈസ്. അതാണ് ഫ്രീ ആയിട്ട് സ്പിന്ന് അടിക്കുമ്പോൾ തന്നെ സാധനം കിട്ടും ഗൈസ്. സാധനം കൈ കിട്ടും ഗൈസ്. പക്ഷേ ഇതെടുക്കണമെങ്കിൽ ഇതിന് മാത്രം പൈസ കൊടുത്താൽ മതി. പിന്നെ കോബ്രയുടെ സ്കിന്നാണോ എവ ആണോ ഗൈസ്. കിണ്ണ സാധനം പോലെ നമുക്ക് ഭാഗ്യം കിട്ടും. 3 ഇത് എത്ര കിട്ടുള്ളൂ ഗൈസ്. നോൺ എക്സ്ചേഞ്ചറോ എവോ വെപ്പൺ എക്സ്ചേഞ്ചർ ഗൈസ്, അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഗൈസ്. പിന്നെ 2-3-4 സ്പിന്നടിക്കാൻ ഗൈസ്, 2 സ്പിന്നടിക്കാൻ വേണ്ടി ഗൈസ്. അപ്പം കിണ്ണ സെറ്റപ്പ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ഗൈസ്. പിന്നെ വല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങനെ പറയുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് മാത്രം മതി, സബ്സ്ക്രൈബ് ഞാൻ ആവശ്യപ്പെടുന്നില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ലൈക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. 20 ലൈക്കാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. 20 ലൈക്ക് നമുക്ക് കിട്ടണം ഗൈസ്. 20 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത ആൻറ്റിബാൻ എയിംബോട്ട് ഉണ്ടെന്നായിരിക്കും. ആൻറ്റിബാൻ മറ്റേ 10 ഡ്രാഫ്റ്റിൻ്റെ വെർഷൻ 17 നമുക്ക് സോൾഡ് ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് ഞാൻ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറെ ആൻറ്റിബാൻ, ഞാൻ എൻ്റെ സ്വന്തം ആൻറ്റിബാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. 20 ലൈക്കാണ് ടാർഗറ്റ്. 20 ലൈക്ക് കംപ്ലീറ്റ് ആവുന്നതിന് അന്ന് പുതിയ ഇതിടുന്നതായിരിക്കും ഗൈസ്. പുതിയ മോഡ് ഇടുന്നതായിരിക്കും. പുതിയ മോഡ് അല്ലെങ്കിൽ ഹോളോഗ്രാം ഫയൽ ഇടുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നല്ല ആൻറ്റിബാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ കണ്ടോ, ബാഗിന് ഹോളോഗ്രാം ഉണ്ട് ഗൈസ്. പിന്നെ നമുക്കിപ്പോൾ കിട്ടിയതാണ് ഗൈസ്, വാരിക്കോരി കൊണ്ടുപോകാൻ പറ്റും ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് ബ്രസീലിലോട്ട് മാറാനാണ് പറഞ്ഞത്. ബ്രസീലിൽ നിന്നാണ് നമുക്ക് നേരത്തെ ഞാനൊന്ന് ക്ലാസിക് കോഡ് കളിച്ചപ്പോഴത്തേക്ക് ബാക്ക് ഇറങ്ങി പോയി. അപ്പോഴത്തേക്ക് ഓട്ടോ ബാക്ക് അടിച്ച് പോയി ഗൈസ്. അപ്പോഴത്തേക്കും പിന്നെ കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ വേനേതായിരിക്കും, എനിക്കറിഞ്ഞൂടാ. പക്ഷേ കസ്റ്റമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഞാൻ നോക്കിയത് കസ്റ്റം കളിക്കുന്നുണ്ട്. നമുക്കൊരു കസ്റ്റം കളിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. എങ്ങനെയൊരു കസ്റ്റെത്തിയ ഇപ്പം ബാനായ നോക്കട്ടെ. പെനാൽറ്റി ഹിസ്റ്ററി നമുക്ക് ഡിസേബിൾ ആക്കാനുള്ള സംസാരിക്കുന്നില്ല. അത് ഞാൻ ആക്കാനുള്ള വീഡിയോ ഉണ്ട് ഗൈസ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആക്കാനുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് 20 ലൈക്ക് ഇടുന്നതിന് അന്ന് മോഡ് ആ ഡിസേബിളിൻ്റെ നമ്മൾ സെറ്റ് ആക്കി. ഇതില്ല അപ്പം
നിങ്ങൾക്ക് പെട്ടെന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ആവുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ അടുത്ത് ജോയിൻ ആവുക. ജോയിൻ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടത്തുള്ളൂ. പാസ്വേഡ് ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 2 കമൻറ്റ് ഞാൻ ഇടാതെ 2 കമൻറ്റ് വേണം ഗൈസ്. ഞാൻ ഫാസ്റ്റായിട്ട് കളി കാണിച്ചു തരാം ഗൈസ്, കുറച്ച് സ്പീഡിന് കളി കാണിച്ചു തരാം. അപ്പം കണ്ടോ, അവ ഹാക്കറാണ് ഗൈസ്. അപ്പുറത്ത് നമ്മുടെ ടീമിൻ്റെ അപ്പുറത്തുള്ള ഹാക്കറാണ്. 1v4 ആണ് ഗൈസ്. അവ ഹാക്കറാണ്. എനിക്ക് ഹാക്കറിൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമല്ല. അവ എയിം ബോട്ട് ഫയലിട്ട് കളിക്കുന്നത്. അടുത്തോട്ട് എയിം ബോട്ട് ഞാൻ കൊണ്ടുവരുന്നേക്കും. എന്നിട്ട് ആ എയിം ബോട്ട് ഇട്ടിട്ട് ഇവന്മാർ നമ്മളടിച്ചിട്ട് നമ്മൾ അടിച്ചിരുന്നേക്കും ഗൈസ്. ഇവന്മാർ ബ്രസീലിനായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. മൊത്തം ബ്രസീലിയൻ സെർവറിലുള്ളവന്മാരായിരിക്കും നമ്മുടെ കൂടെ കളിക്കാൻ വരുന്നത്. ബംഗാളിയൊന്നും അല്ല, എനിക്ക് ബ്രസീലുകാരന്മാരായിരിക്കും. എനിക്ക് ഭാഷ അറിഞ്ഞൂടാ ഗൈസ്. ഇംഗ്ലീഷ് അവന്മാർക്ക് അറിഞ്ഞൂടാ, എനിക്കാണെങ്കിൽ ബ്രസീലിയൻ അറിഞ്ഞൂടാ. ഞാൻ എന്ത് ചെയ്യും, ബ്രസീലിയൻ സെർവറിൽ കാണും. പിന്നെ വേറെ ചിലപ്പോൾ ഇന്ത്യ സെർവർ ചിലപ്പോഴേ കാണും. ഇന്ത്യയിൽ നിന്ന് കളിക്കുന്നവർ കാണും ചിലപ്പോൾ. ബ്രസീലിയൻ സെർവർ ഇട്ടിട്ട് ഇന്ത്യയിൽ നിന്ന് കളിക്കുന്നവർ കാണും ഗൈസ്. കണ്ടോ, ഗ്ലൂ വാൾ ഇടാനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. അതിൻ്റെ ലാംഗ്വേജ്. പക്ഷേ എല്ലാവരും ബ്രസീലിയൻ സെർവർ എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്നെ അടിച്ചു ഗൈസ്. അവിടെ നിന്ന് എങ്ങനെയാണ് എന്നെ അടിച്ചത്? ഹാക്കറാണ്. റിപ്പോർട്ട് അടിച്ചിട്ടുള്ളൂ ബാക്കിയാരും. ഹാക്കറാണ് ഗൈസ്. അപ്പം കണ്ടോ, തൊട്ടില്ല, അതിന് മുമ്പേ എന്നെ അടിച്ചിട്ട്. ഹാക്കറാട്ടോ. അല്ലാതെ ഒരിക്കലും 1v4 കളിയത്തില്ല. ഇവന് ഹാക്കറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. തൊട്ടില്ല, അതിന് മുമ്പേ അടിച്ചിട്ട് UMP ഇട്ട് അടിച്ചിട്ട് മോനെ അടിച്ചിട്ട്. മൂന്നാമത്തവൻ DL റോ 3Q5M7W. എന്നെ പേര് വായിക്കാൻ പോലും പറ്റത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾ വാച്ച് ഗൈസ്. എൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രസീൽ സെർവറാണ്, ഞാൻ ഇന്ത്യ സെർവറാണ് സെൻസിറ്റിവിറ്റിയായിട്ട് കളിക്കുന്നത്. എനിക്ക് അതൊന്നും ഒരു കുന്തം അറിഞ്ഞൂടാ. കയറത്തില്ല. ഡെസേർട്ടൊന്നും നോക്കണ്ട. UMP പിന്നെ നോക്കിയാൽ അനങ്ങത്തില്ല മോനെ, അനങ്ങത്തില്ല. നമുക്ക് മാക്സിമയ്ക്ക് വർക്കാകത്തില്ല ഗൈസ്. മാക്സിമയ്ക്ക് ഹോളോഗ്രാം വർക്കാകത്തില്ല, ഇത് വർക്കാകത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു ഗൈസ്. അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് ഉണ്ടായി ഗൈസ്. ആ സെറ്റപ്പ് ഞാൻ വിട്ടുപോയി. ലാസ്റ്റ് കേട്ടുതരാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഹാക്കർ ഗൈസ്. ഹാക്കറിന് തൊടുമ്പോൾ UMP ഇട്ട് തൊടുക ഗൈസ്. അപ്പോൾ അടിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയായിരുന്നോണ്ട് പോകാൻ. ചുമ്മാ ആണ് ഇങ്ങനെ കുത്തി പിടിക്കുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കളിക്കുമ്പോഴത്തേക്ക് ടിക്ക് 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 ഇങ്ങനെ വിട്ടിട്ടല്ലേ ഒരു ശബ്ദം കേൾക്കുന്നത്. അതേപോലെ അടിക്കുന്നത് ഗൈസ്. ഞാൻ ശബ്ദം കുറച്ചിട്ടേ ഗൈസ്, അതൊന്നാണ് ശബ്ദമില്ലാത്തത്. കണ്ടോ, ഞാൻ ഇപ്പോൾ വന്ന് കയറും, അവൻ ചുമ്മാ തൊടുന്നുള്ളൂ. ഞാൻ അതിന് മുമ്പേ ചത്ത്. കണ്ടോ, ചുമ്മാ തൊട്ടില്ല, അതിന് മുമ്പേ ഞാൻ ചത്ത്. അപ്പോൾ ഹാക്കറാണെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്ക് ശേഷം സ്വന്തം. അപ്പോൾ ഗൈസ് ഞാൻ മാത്രം ബ്രസീൽ സെർവറിൽ മലയാളം പേര് ഇട്ടിട്ട് കളിക്കുന്ന ഗൈസ്. ചില സമയത്ത് സെർവർ ഇഷ്യൂ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ലെവലില്ലാത്തതുകൊണ്ട് ട്രെയിനിങ് കളിക്കാൻ പറ്റത്തില്ല, ലോൺ വോൾഫ് കളിക്കാൻ പറ്റത്തില്ല. ക്ലാഷ് കോഡ് ഓട്ടോയൊക്കെ അടിച്ചിട്ടുണ്ട്, അതും കളിക്കാൻ പറ്റുന്നില്ല. ഓൺലി ഇത് കസ്റ്റം മാത്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലെവലപ്പ് ചെയ്താൽ എങ്ങനെയും ലോൺ വോൾഫ് കളിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. BR ഞാൻ നോക്കിയാൽ BRും പറ്റുന്നില്ല. എന്തായാലും നോക്കാം ഗൈസ്. അപ്പം നമുക്ക് നേരെ സെറ്റപ്പിലോട്ട് ആദ്യം MD മാനേജർ എടുക്കുക ഗൈസ്. MD മാനേജർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഡൗൺലോഡ് എടുക്കുക ഗൈസ്. വലത്തെ സൈഡ് ഇടത്തെ സൈഡ്, എനിക്കിപ്പോൾ ഇടത്തെ സൈഡ് ഇഷ്ടം. അതിൻ്റെ അകത്ത് ഞാൻ തന്നിരിക്കുന്ന ബാനിലെടുക്കുക ഗൈസ്. ഞാൻ തന്നിരിക്കുന്ന ബാനിൽ ഞാൻ ഇപ്പോൾ ടെലിഗ്രാമിൽ എനിക്ക് ടെലിഗ്രാമിൽ കിടപ്പുണ്ട് ഗൈസ്. ടെലിഗ്രാമിൽ ഇതാണ്ട് എവിടെയൊക്കെ കണ്ടാണ് VIP ഇമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട് ഗൈസ്. ഞാൻ വട്ടം വരച്ച് കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് മോഡ് ഗൈസ്. ഞാൻ വരച്ച് കാണിച്ചുതരാം. കണ്ടോ, VIP ഇമോഷണൽ 7 എന്ന് പറയുന്ന സാധനമാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് DTS ഫ്രീ ഫയർ ആണ്. അപ്പോഴത്തേക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറ്റും. പറയും. നിങ്ങൾക്ക് പാസ്വേഡ് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ചാനലിലോട്ട് 20 ലൈക്ക് വന്നിട്ട് വരിക ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് 20 ലൈക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതാണ്ട് VIP ഇമോഷണൽ എടുക്കുക. അത് ആ സാധനം ഒന്ന് അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എക്സ്ട്രാക്ട് കൊടുക്കുക ഗൈസ്. പാസ്വേഡ് അടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം ഗൈസ്.
അപ്പോൾ ഗൈസ് പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. വന്നില്ലേ? ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം ഗൈസ്. റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി പാസ്വേഡ് സെറ്റാക്കിയതിന് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആണ് മണ്ട കിടപ്പുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ കയറി വരുന്നത്? ആണ്ട് മണ്ട കിടന്നുണ്ട്. ഞാൻ വായിച്ചടിച്ചതിന് കണ്ടോ? ആ സാധനം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയർ മാക്സ് 7 കാണും. അതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയർ മാക്സ് ആണ്. അപ്പം അതാണ് നമ്മുടെ ഫയല്. എന്നിട്ട് അത് ഇപ്പുറത്തോട്ട് പേസ്റ്റ് ചെയ്യണം ഗൈസ്. അതിനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നേരെ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് പോകണം ഗൈസ്. അപ്പോഴത്തെ വലത്തെ സൈഡിലുള്ള ആൻഡ്രോയിഡിലേക്ക് പോകണം ഗൈസ്. MD മാനേജറാണ് ഞാൻ നോക്കിയിട്ട് നല്ലത്. ഇസഡ് ആർച്ചീവർ അത്രയും കൊള്ളത്തില്ല ഗൈസ്. നമ്മൾ നോക്കിയത് പണിയാണ്, കുറേ സമയം എടുക്കും. അതിൻ്റെ അകത്ത് ഡാറ്റ പോകും ഗൈസ്. ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക, എന്നിട്ട് അപ്പുറത്ത് നമ്മുടെ ഇതെടുക്കുക ഗൈസ്. നമ്മുടെ ഫ്രീ ഫയർ മാക്സ് അപ്പുറത്ത് കാണും. ഫ്രീ ഫയർ മാക്സ് സാധാ ഫ്രീ ഫയർ മാക്സ് മതി. ഞാൻ പ്രത്യേകിച്ച് ലിങ്കൊന്നും തരുന്നില്ല. മാറിപ്പോയതാണ് ഗൈസ്. ഫ്രീ ഫയർ മാറിപ്പോയതാണ്. അത് അപ്പുറത്ത് കിടന്നുകൊണ്ട് ഫ്രീ ഫയർ മാക്സ് ആണ്. അത് ഇപ്പുറത്തോട്ട് എന്തായാലും എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ആൻഡ് റീപ്ലേസ്. എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പി ആൻഡ് റീപ്ലേസ് വരും. പിന്നെ അപ്ലൈ ടു സബ്സ്ക്രൈബ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് ഞെക്കിയിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ വരും. പാസ്വേഡ് നമ്മളപ്പോൾ അടിച്ചു കൊടുക്കുക ഗൈസ്. പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സാധനം എക്സ്ട്രാക്ട് ആയിട്ട് അപ്പോഴത്തെ ഫയലിലോട്ട് പോകും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള സെറ്റപ്പ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പം എന്താണ് ഇപ്പുറത്തെ പച്ച കളറിൽ കത്തിപ്പോണ്ട് ഗൈസ്. കത്തി ജ്വലിച്ചിപ്പോണ്ട് ഗൈസ്. അതാണ് നമ്മുടെ സാധനം എക്സ്ട്രാക്റ്റ് ആയെന്ന് കാണാനുള്ള സാധനം. അതാണ്ട് വരച്ച് കാണിച്ചു തരാം. കണ്ടോ? ആ സാധനമാണ് നമ്മുടെ സാധനം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്തായിരിക്കും ഇനിയും ഹാക്സ് വരുന്ന ഗൈസ്. കണ്ടോ? നമ്മുടെ സാധനമാണ്. എൻ്റെ ഫയലിലുള്ള ആ സാധനമാണ് ഇപ്പുറത്ത് ഫ്രീ ഫയർ മാക്സ് ഇപ്പം കിടക്കുന്നത്. എന്നിട്ട് ഇനിയൊരു സെറ്റപ്പ് കൊണ്ടുണ്ട്. അത് ഞാൻ വിട്ടു ഗൈസ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം എഡിറ്റിങ്ങിലാണ് ഗൈസ് ഓർമ്മ വന്നത്. ഗൈസ് ആണല്ലോ ആണ്ടോ പ്ലേ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 20 ലൈക്കാണ് ടാർഗറ്റ് ഇന്നത്തെ. അപ്പം ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ പാസ്വേഡ് ഞാൻ ഗ്രൂപ്പ് ഇടുന്നത് ഗൈസ്. 20 ലൈക്ക് തരിക ഗൈസ്. 20 ലൈക്കാണ് ഞാൻ തരാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നത്. 20 ലൈക്ക് മാത്രം മതി. ഇതൊക്കെ എന്ത് നോട്ടിഫിക്കേഷനൊക്കെ പറഞ്ഞ ഗൈസ്. നെറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അപ്പം നോട്ടിഫിക്കേഷൻ ഗൈസ്. അപ്പോൾ ഗൈസ് നേരെ നമ്മുടെ ഡൗൺലോഡിങ് സെക്ഷനിലേക്ക് പോകുക. എന്നിട്ട് സൈഡിലായിട്ട് 3 ഡോട്ട് കാണും. അതാണ്ട് ഈ 3 ഡോട്ടാണ് ഗൈസ്. ആരമാണക്കാണ് ഈ 3 ഡോട്ട്. ആ 3 ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കാണും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക ഗൈസ്. എന്നിട്ട് നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇത് മൊത്തം ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹാക്ക് വരുന്നേക്ക്. ഹാക്ക് ആദ്യമേ വരണമെന്നില്ല. ഒരു കളി നമ്മൾ എടുക്കണം ഗൈസ്. ഏതെങ്കിലും ഒരു കളി കളിച്ചാലേ ഹാക്ക് വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.